നമ്മളിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാസയിലുള്ള HRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. ഇവിടുന്ന് നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കുന്നൊക്കെ ആയിരിക്കും കാണാം. ഇന്ന് ഞായറാഴ്ചയാണ്, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് HRTC ബസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര നിങ്ങൾ തമ്മിലുണ്ടപ്പോൾ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ റിമോട്ടസ്റ്റ് വില്ലേജിലോട്ടുള്ള ഒരു ബസ് യാത്രയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതാണ് കേട്ടോ സ്പിത്തിയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ. നമ്മൾ സ്റ്റേ ചെയ്ത ഗസ്റ്റ് ഹൗസ് കാണുന്ന ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ നിന്നത്. ഇവിടുന്ന് വൈകുന്നേരമാണ് ഓരോ സ്ഥലങ്ങളിലോട്ടുള്ള ബസ്സുകളൊക്കെ ഡിപ്പാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഇതാണ് ഇതിൻ്റെ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരു 3-4 ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇവർ ക്രിക്കറ്റ് കളിക്കുന്നത്. പിന്നെ നല്ല വിൻഡിയാണ് കേട്ടോ, സൗണ്ട് ക്ലിയർ ആകുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് ബസ് പോകുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ ഉള്ള ഇതൊരു ചെറിയൊരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബസ്സുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ഡിപ്പോ ആണ് കേട്ടോ ഇത്. ഇത്രയും സ്ഥലങ്ങളിലോട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് കുള്ളൂരിലോട്ട്, മണാലി കുള്ളൂരിലോട്ടൊക്കെ ഡയറക്റ്റ് ബസ്സുണ്ട്. ഷിംല റക്കോങ്പിയോലോട്ടൊക്കെ ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ പിൻവാലി നാഷണൽ പാർക്കിലുള്ള മുദ്ദിലോട്ട് 11ാം നമ്പറുകളാണല്ലോ, കാസ മുദ്ദ്, 4 മണിക്കുള്ള ബസ്സിലാണ് നമ്മൾ പോകാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബസ് അവിടെ ഉണ്ട്. ഞാൻ ബാഗൊക്കെ അതിൽ കയറി വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ ഫ്രാൻസിൽ നിന്ന് ഉള്ള ഒരു ഫോറിൻ ടൂറിസ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേര് മാത്രമാണ് ഇവിടെ ട്രാവലേഴ്സ് ആയിട്ടുള്ളത്, അതായത് ടൂറിസ്റ്റ് ആയിട്ട് വന്നവരുള്ളത്. ബാക്കി എല്ലാവരും ഇവിടുത്തെ ലോക്കൽസ് ആണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ബസ്സുകളിൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് കാസയിൽ നിന്ന് തിരിച്ച് അവരവരെ വില്ലേജിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ ഇവിടുന്ന് പല ബസ്സും പല വില്ലേജിലോട്ടും ഡിപ്പാർട്ട് ചെയ്യുന്നത്. കാണുന്ന HRTCന്റെ ടാറ്റ 1613 1613 മോഡൽ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ HRTC ഈ ഒരു സ്പിത്തി റേഞ്ചിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ടാറ്റ മെയ്ഡ് ബസ്സുകളാണ് കേട്ടോ. ടാറ്റൻ്റെ ACGL ഗോവയിൽ നിന്ന് ചെയ്യുന്ന ബോഡിയുള്ള ബസ്സുകളാണ് കേട്ടോ അധികം ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബസ് BS4 മോഡൽ ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ടിബറ്റൻ മൗണ്ടൻ ഫ്ലാഗുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ ഒരുപാട് ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഫ്ലാഗാണ് കേട്ടോ ഇത്. അത് ഈ ബസ്സിൽ ഒരുപാട് കാണാൻ പറ്റും. ഈ സൈഡിൽ കുറച്ച് പരസ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. 35 സീറ്റുള്ള ചെറിയൊരു ബസ്സാണ് കേട്ടോ ഇത്. ഈ വില്ലേജുകളിലോട്ടൊക്കെ ഇതേപോലത്തെ ചെറിയ ചെറിയ ബസ്സുകളാണ് ഇവർ സർവീസ് നടത്തുന്നത്. കാരണം ചെറിയ റോഡാണ്, അത്ര ആൾക്കാരെ ഇവിടെ യാത്ര ചെയ്യാനുള്ളൂ കേട്ടോ. പിൻവാലിയിലുള്ള ഏറ്റവും ലാസ്റ്റ് വില്ലേജായ മുദ്ദിലോട്ട് ഇവിടുന്ന് 50 കിലോമീറ്റർ ആണ് കേട്ടോ ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ളത്. ഏകദേശം 3 മണിക്കൂറാണ് നമ്മൾ അവിടെ എത്തും. ഇവിടുന്ന് വൈകുന്നേരം പോയി കഴിഞ്ഞാൽ അവിടെ വില്ലേജിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം മാത്രമേ വരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ബസ് എടുത്തിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന ബസ്സിൻ്റെ ഡ്രൈവർ ക്യാബിന് വരുന്നത്. ടാറ്റൻ്റെ ACGL ബോഡിയിലുള്ള 35 സീറ്റുള്ള ബസ്സാണ് കേട്ടോ ഇത്. ഇതിൽ ഇവിടെ ഫ്രണ്ട് ഗ്ലാസ്സൊക്കെ ഇവർ നല്ല അടിപൊളിയായിട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഡിസൈൻ ചെയ്യും. HRTCൻ്റെ എല്ലാ ബസ്സുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ വണ്ടികളും ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലം വ്യൂ കിട്ടും. മുദ്ദ് വില്ലേജ് പറഞ്ഞാൽ പിൻവാലി നാഷണൽ പാർക്കിലുള്ള വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ്റെ ഏറ്റവും അവസാനത്ത് സ്ഥിതി ചെയ്യുന്ന, സ്പിത്തിൻ്റെ ഏറ്റവും അവസാനത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വില്ലേജും കൂടിയാണ് കേട്ടോ ഈ മുദ്ദ് വില്ലേജ് എന്ന് പറഞ്ഞാൽ. ബസ്സിൽ വില്ലേജിലുള്ള ഒരുപാട് പേര് കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുകളിൽ ലോഡ് ലഗേജ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റൂഫ് ടോപ്പിൽ ഫുള്ള് ലഗേജ് സ്പേസ് ആണ് കേട്ടോ. അങ്ങനെ കറക്റ്റ് 4 മണിയായപ്പോൾ നമ്മളെ ബസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇവിടുന്ന്. അങ്ങനെ നമ്മൾ ബസ്സിൽ ടിക്കറ്റ് എടുത്തിട്ടോ. 123 രൂപയാണ് കാസേന്ന് മുദ്ദിലോട്ടുള്ള ടിക്കറ്റ് പ്രൈസ് വരുന്നത് കേട്ടോ. 123 രൂപ 1 സൈഡ് ജേണിക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ കാസ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങാം കേട്ടോ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ നല്ല വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. സ്പിത്തി വാലിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയങ്ങളിലൊന്നാണ് ഈ ഒരു സമയം കേട്ടോ. നല്ല ക്ലിയർ സ്കൈയും. നമ്മൾ സ്പിത്തിയിൽ നിന്ന് നേരെ നക്കോ താബോ വഴി റക്കോങ്പിയോ പോകുന്ന ഷിംലയിലോട്ടൊക്കെ പോകുന്ന റോഡിനാട്ടോ പോകുന്നത്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ ഈ ഒരു ദങ്കാർ മൊണാസ്ട്രി ഒക്കെ ഉള്ള സൈഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയാണ് നമ്മൾ മണാലിയിൽ നിന്ന് വരുന്ന വഴി. ഇപ്പോൾ ഓൺലൈനിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഇതിങ്ങനെ പറയാത്തതാണ്, പക്ഷെ എന്നാലും നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിട്ടോ എങ്ങനെ ചെയ്യലെന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ പ്രണവ് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന്റെ ഗെയിം സംഭവം. അപ്പോൾ നമ്മൾ 5.81 ആണ് കേട്ടോ ഇതിൽ പ്രഡിക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 2600 രൂപ ഇപ്പൊ റിസ്കിലാണുള്ളത്. അപ്പോൾ നമുക്ക് അത് ക്യാഷ് ഔട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 5.40 നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒറ്റ വിന്നിൽ 14,040
രൂപ കിട്ടിട്ടോ. അപ്പൊ നമ്മള് ഒന്നുകൂടി ഒരു വലിയ എമൗണ്ട് വെച്ചിട്ട് പ്ലേസ് ചെയ്ത് കളിക്കാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ. നമ്മൾ 8000 രൂപ വെച്ചിട്ടാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതില് നമ്മൾ വലിയ എമൗണ്ട് വെച്ച് കളിക്കുകയാണ്. അപ്പൊ നോക്കുന്നേരം നമ്മൾ 4.85 എന്നാണ്. അപ്പോൾ ക്യാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോകാൻ കേട്ടോ. മൾട്ടിപ്ലെയർ പറയുന്നത് 4.95 നമ്മൾ ക്യാഷ് ഔട്ട് ചെയ്ത് നമ്മൾ വിന്നിങ് എമൗണ്ട് 38,800 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇത്രയും എമൗണ്ട് നമ്മളെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടോ. പിന്നെ ഇത് എങ്ങനെ കിട്ടണ്ടേ എന്നുള്ളത് കഴിഞ്ഞാൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമന്റ് ബോക്സിലും ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറുക, നേരെ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ഗെറ്റ് പ്രണവ് സിസ്റ്റം, എന്നിട്ട് അതിൽ നമുക്ക് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്താണ്. ഒരുപാട് പേര് ഇതിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, ഞാൻ ആരെയും നിർബന്ധിപ്പിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാക്കണം ഇതിൽ ഗെയിം കളിക്കുന്നവരുടെ സ്ക്രീൻഷോട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. സ്പിറ്റി വാലിയിൽ റോയൽ എൻഫീൽഡിന്റെ ഓതറൈസ്ഡ് ഷോറൂമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് ഹിമാലയൻ ബൈക്ക് ഉള്ളതുകൊണ്ട് ഇവർക്ക് ഓതറൈസ്ഡ് സർവീസ് സെന്റർ ഉണ്ട് ഇവിടെ. എല്ലാ ബൈക്കുകളും ഇവിടെ നിന്നാണ് സർവീസ് ചെയ്യുന്നത്. ഇതാണ് സ്പിറ്റിയിലോടുള്ള എൻട്രി എക്സിറ്റ് ഗേറ്റ് കേട്ടോ. बाकी थे बाकी यही पांगी ठंगी या तो मेरे को पांगी चलाओ या ठंगी चलाओ, दोनों में कोई भी। ठंगी बढ़िया, ठंगी तो बहुत बढ़िया है। 2-3 दिन में NH 505 നമ്മൾ പിൻവാലി എൻട്രി ഗേറ്റ് വഴി ഈ ഒരു പാലം ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലോട്ടുള്ള ചെറിയ റോഡിലോട്ട് പോകുന്നത്. ഇത് ഒരുപാട് ചെറിയ ചെറിയ വില്ലേജ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ റോഡാണ് കേട്ടോ. ഈ കാണുന്നതാണ് പിൻവാലി എൻട്രി ഗേറ്റ്. ഇത് വൺ ഓഫ് ദ ഇന്ത്യയിലെ റിമോട്ടസ്റ്റ് നാഷണൽ പാർക്കും കൂടിയാണ് കേട്ടോ ഈ ഒരു പിൻവാലി എന്ന് പറഞ്ഞത്. റോഡ് കംപ്ലീറ്റ്ലി ഇനി ഇങ്ങനത്തെ ടാറിങ് ഇല്ലാത്ത റോഡായിരിക്കും കേട്ടോ. പിൻവാലി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലോട്ടും അവിടെയുള്ള വില്ലേജുകളിലോട്ടും വെഹിക്കുലാർ ആക്സസ് നമുക്ക് വരുന്നത് 4 മാസം മാത്രമാണ് കേട്ടോ. അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 5 മാസം മാത്രമേ ഈ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ടാവുള്ളൂ കേട്ടോ. बढ़िया बन रहा है, नीचे बढ़िया बना है ये वाला ना गेट। आओ पत्र रोड गिरा है, LNT ने चक्का होना है। ओ मर जाना इसने। ओ रुक जाओ रुक जाओ रुक जाओ। ഇതേപോലെ മൃഗങ്ങൾ മലൻ്റെ മുകളിൽ നിന്ന് നടന്നു വരുന്ന നേരം വീഴുന്ന കാഴ്ചകൾ ഈ റൂട്ടിൽ സാധാരണ കേട്ടോ. ഇതെല്ലാം അധികവും ഇവർ സർവൈവ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഈ ഒരു മലൻ്റെ ചെരുവുകളിലുള്ള ചെറിയ പച്ചപ്പുള്ള ആ പുല്ല് തിന്നാൻ വേണ്ടിയിട്ടാണ് ഇവരെ ആടുകളെയും പശുക്കളെയൊക്കെ മേയ്ക്കാൻ വിടുന്നത്. ഇവിടുത്തെ എക്സ്ട്രീം വിൻ്റർ കണ്ടീഷനിൽ ഇതെല്ലാം മഞ്ഞ് മൂടുന്നേരം ഇവർ താഴോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ചെയ്യുക. ഇതൊരു സർവൈവൽ സ്റ്റോറിയാണ്. ഇവിടുത്തെ സ്പിത്തിയിലത്തെ എല്ലാ മൃഗങ്ങളെയും മനുഷ്യരുടെ എല്ലാവരുടെയും അവസ്ഥ ഒരു വലിയൊരു സർവൈവൽ സ്റ്റോറിയാണ്.
ഈ ഒരു റോഡ് ഓപ്പണായി നിൽക്കുന്ന സമ്മർ സീസണിലാണ് ഇവർ വിൻ്ററിലോട്ടുള്ള മുഴുവൻ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യുന്നത്. പല സാധനങ്ങളും ഇവർ ഇവിടെ തന്നെ കൃഷി ചെയ്തുണ്ടാക്കുന്നതുമാണ്. പിന്നെ എക്സ്ട്രീം വിൻ്ററിൽ ചില ആളുകളൊക്കെ കാസ പോലത്തെ ടൗണുകളിലോട്ട് താമസം മാറുകയും ചെയ്തിട്ടോ. ഇന്ത്യയിലെ ഏറ്റവും എക്സ്ട്രീം വിൻ്റർ കണ്ടീഷനുള്ള ഒരു സ്ഥലം കൂടിയാണ്, അതായത് ഇൻഹിബിറ്റേറ്റഡ് ആളുകൾ താമസിക്കുന്ന ഏറ്റവും എക്സ്ട്രീം വിൻ്ററുള്ള സ്ഥലമാണ് ഈ ഒരു സ്പിത്തി വാലി. -40 ഡിഗ്രി വരെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു തണുപ്പ് നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. അപ്പോൾ ഇവിടുത്തെ മൃഗങ്ങളും മനുഷ്യരൊക്കെ ഇതിന് ഓൾറെഡി അഡാപ്റ്റ് ആയതാണ്. നമ്മളെപ്പോലെ ട്രാവൽ ചെയ്ത് വരുന്നവർക്കാണ് ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തത് കേട്ടോ. അത്ര എക്സ്ട്രീം വിൻ്ററാണ്. പിന്നെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കണ്ടീഷൻ വെച്ചാൽ നല്ല ക്ലിയർ സ്കൈ ആയിരിക്കും. പിന്നെ പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്ന നല്ല ഇവിടുത്തെ വാലീസൊക്കെ നല്ല രസമുണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് പച്ചപ്പൊക്കെ കാണാൻ പറ്റുന്നൊരു സമയമാണിത്. റോഡ് ഭയങ്കര മഡ് റോഡുകളാണ്, നല്ല എക്സ്ട്രീം റോഡുകളാണ്. ഈ ഒരു സ്ഥലത്ത് ഈ ഒരു വില്ലേജിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. നമ്മുടെ നാട്ടിൽ കേരളം പോലത്തെ സ്ഥലത്താണെങ്കിൽ ഇതേപോലത്തെ എക്സ്ട്രീം സ്ഥലത്തോടൊന്നും അധികം ബസ് സർവീസുകളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഈ ബസ് സർവീസ് ഒന്നും പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല. ഇതൊക്കെ അവിടുത്തെ ഗവൺമെൻറ്, ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്, യാത്രക്കാർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു റൂട്ടിലൊക്കെ പാസഞ്ചേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു സർവീസ് നടത്താൻ ഗവൺമെൻറ്റിന് വരുന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീം ചിലവാണ്. കാരണം ഈ വണ്ടിൻ്റെ മെയിൻ്റനൻസും ഫ്യൂവൽ ചാർജും എല്ലാം നോക്കുന്നവരെ ഇതൊരിക്കലും ഒരു പ്രോഫിറ്റബിൾ സർവീസ് അല്ല. ഈ ഒരു ബസ് സർവീസ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്തു കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഈ ഒരു റോഡ് പിൻ റിവർ, ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് പിൻ റിവറാണ്. അത് പിൻ വാലിയിലൂടെ ഒഴുകുന്ന നദി ആയതുകൊണ്ട് പിൻ റിവർ എന്ന് അതിനെ പേരിട്ടതാണ്. ആ റിവറിൻ്റെ 2 സൈഡ് വെച്ചിട്ടാണ് ഇവിടുത്തെ മുഴുവൻ വില്ലേജുകളും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എവിടെ വെള്ളമുണ്ടോ അവിടെ ലൈഫ് ഉണ്ട് എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലം മുതലേ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു രീതി തന്നെയാണ് ഈ ഒരു വില്ലേജിലുള്ള ആളുകളും ഫോളോ ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ഒരു നദിൻ്റെ സൈഡിലാണ് അവരെ കൃഷിയിടങ്ങളും അവരെ വില്ലേജ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അതേപോലെ ഈ ഒരു റോഡും ഈ ഒരു റിവർ പോകുന്നതിൻ്റെ സൈഡിലൂടെയാണ്, ആളുകളുള്ളിടത്തോടാണല്ലോ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ആക്സസിബിലിറ്റിയും വേണ്ടത്. അപ്പം ഈ ഒരു റിവറിൻ്റെ കൈവരി ചേർന്നിട്ടാണ് ഈ ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ വില്ലേജുകളൊക്കെ മുകളിൽ കാണുന്ന ഈ മഞ്ഞുമലകളൊക്കെ ഇവിടുത്തെ മെയിൻ ഗ്ലേഷ്യറാണ്. ആ ഗ്ലേഷ്യേഴ്സാണ് ഇവിടുത്തെ മെയിൻ വാട്ടർ സോഴ്സ് കേട്ടോ. ഈ സ്പിത്തി ഡ്രൈ ഡെസേർട്ടാണ്. ഇവിടെ മഴ പെയ്യില്ല, മഴ ചെറിയ ചാറ്റൽ മഴകളൊക്കെയാണ് പെയ്യുള്ളൂ. അല്ലാതെ നമ്മളെ നാട്ടിലൊന്നും പെയ്യുന്ന പോലെ മഴ ഇവിടെ കാണാനേ കിട്ടില്ല. അപ്പോൾ ആ മഞ്ഞ് ഉരുകി വരുന്ന വെള്ളമാണ് ഈ ഒരു റിവറിലൂടെ പോകുന്നത് നിങ്ങൾ കാണുന്നത്. അത് ഉരുകി വരുന്ന നേരം ഇവർ ശേഖരിച്ച് വെക്കുന്നതാണ്. ഇവരെ കുടിവെള്ളവും അല്ലാത്ത ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നതും കൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ വെള്ളം ഇതിൽ നിന്ന് വരുന്ന വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്ട്രീം ചൂടൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു ഗ്ലേഷ്യർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കുള്ള കംപ്ലീറ്റ് വാട്ടർ ഇതും നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലേഷ്യേഴ്സും പിന്നെ ഈ ഒരു ചൂട് കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോഴേ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഒരു മഞ്ഞ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്കൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. ഈ ഒരു റൂട്ടിലുള്ള ഒരു വലിയൊരു ഗ്രാമമാണ് നമ്മൾ കാണുന്നത്. കുങ്ക്രി എന്നാണ് ഈ ഒരു വില്ലേജിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് ഓരോ വില്ലേജിൻ്റെ അടുത്തെത്തുന്ന നേരം ഒരുപാട് പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് ഇവർ വെള്ളം ഡൈവേർട്ട് ചെയ്തിട്ട് കൊണ്ടുവരും. മലൻ്റെ മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്നത് ആ വെള്ളം ഇവർ കൊണ്ടുവരുന്ന സൈഡുകളിലൊക്കെ അതിൻ്റെ കൈവരിൻ്റെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല പച്ചപ്പ് കാണാൻ പറ്റും. അവിടെ മാത്രമേ ഇവിടെ വെജിറ്റേഷൻ ഉള്ളൂ കേട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ. പിന്നെ ഒരു ഗ്രാമത്തിൽ നിന്ന് അടുത്ത ഗ്രാമത്തിലോട്ട് നമ്മളൊരു അരമണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെ പോകണം, എന്നാലേ അടുത്ത ഗ്രാമത്തിൽ എത്തുള്ളൂ. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒന്നുമില്ല. ഈ സ്ഥലത്ത് പിന്നെ നെറ്റ്വർക്കും ഇല്ല കേട്ടോ. മൊബൈൽ നെറ്റ്വർക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഈ കുങ്ക്രി പിന്നെ അതേപോലെ സക്നം പിന്നെ മുദ്ദ, ഈ 3 മെയിൻ വില്ലേജുകളാണ് ഈ റൂട്ടിലുള്ളത്. ആ റൂട്ടിലൊന്നും ഒരു സ്ഥലത്ത് പോലും നെറ്റ്വർക്ക് ഇല്ല. പക്ഷേ ഇലക്ട്രിസിറ്റി റീസെൻ്റ്ലി ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കറണ്ടിൻ്റെ ലൈന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഇവരെ കൃഷിയിടങ്ങളാണ് മലൻ്റെ ചെരുവിലും സൈഡിലും എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ക്ലൈമറ്റാണ് സ്പിത്തിൻ്റെ ഈ ഒരു ക്ലൈമറ്റ്. നിങ്ങൾ ഒരു വട്ടം ഹിമാചലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം വരുന്നവരെ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അധികം ആളുകളും വരിക. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വരുന്നേരം ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വരണം കേട്ടോ. ഇവിടുത്തെ വില്ലേജുകളിലോട്ടൊക്കെ പോകുന്ന റോഡിൽ നിന്നും മലൻ്റെ മുകളിലൊക്കെ ഓരോ വില്ലേജ് ഉണ്ട്, അവിടേക്കൊക്കെ ബസ് സർവീസുകളുണ്ട്. ഹിമാചൽ പ്രദേശിൽ നമ്മൾ കാണാൻ പറ്റുന്ന മെയിൻ ഒരു കാര്യം ഇതാണ്. നമ്മൾ ബഡ്ജറ്റ് ട്രാവലേഴ്സിനൊക്കെ ഈ ഒരു ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും ഇവിടെ.
പിൻവാലി നാഷണൽ പാർക്കിലെ ഏറ്റവും വലിയ വില്ലേജാണ് കേട്ടോ. പോപ്പുലേഷൻ സൈസിലുള്ള ഏറ്റവും വലിയ വില്ലേജാണ് നമ്മൾ ഈ കാണുന്നത്. സഗ്നം എന്ന് പറഞ്ഞ വില്ലേജാണ് കേട്ടോ. ഇവിടെ 2 റിവർ വന്ന് കൂടുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത്. 2 സൈഡിൽ നിന്നും പിൻ റിവറിൻ്റെ ഓരോ ട്രിബ്യൂട്ടറി വന്നിട്ട് കൂടിച്ചേരുന്ന സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലങ്ങളൊക്കെ വന്ന് ഇവിടെയൊക്കെ നിൽക്കാൻ വരെ നമ്മൾ തോന്നിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നല്ല വിൻഡാണ്, ഭയങ്കര വിൻഡി ക്ലൈമറ്റാണ് ഇവിടെ. ഫുൾ ടൈം ഒരു ദിവസം ഫുള്ള് രാത്രി പകലൊന്നുമില്ല, ഇവിടെ നല്ല കാറ്റ് അടിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു ഇത് കൊണ്ടാണ് ഇവിടെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഈ ഹിമാചൽ പ്രദേശിൽ നമ്മൾ ഈ ബെയിലി പാലം എന്നൊക്കെ ഇപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ന്യൂസിൽ, വയനാട്ടിൽ അത് വന്നതിന് ശേഷം. ആ ഒരു പാലങ്ങളാണ് ഇവിടുത്തെ റോഡ് മൊത്തം കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ അല്ലാതെ കോൺക്രീറ്റ് ബ്രിഡ്ജുകളൊന്നുമില്ല, ഈ ബെയിലി പാലങ്ങളാണ് ഫുള്ളായിട്ട് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ആർമിയും BROയും നിർമ്മിക്കുന്ന പാലങ്ങളാണ് കേട്ടോ. ഇത് ഒരുപാട് ലെങ്ത്തുള്ള 300, 350, 250 മീറ്റർ ലെങ്ത്തുള്ള ഒരുപാട് പാലങ്ങൾ നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും ഇതേപോലെ. ഈ HRTC ബസ്സുകളിൽ 90% ബസ്സുകളിലും എപ്പോഴും ഈ ഒരു പാട്ട് മ്യൂസിക് ഇല്ലാതെ ഇവർ ബസ് ഓടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ മെമ്മറി കാർഡ് പെൻ ഡ്രൈവ് കൊണ്ടുവന്നിട്ടിട്ട് ഈ പാട്ട് ഇട്ടുകൊണ്ടേയിരിക്കും. ചില ആളുകൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. ഇവരിടുന്ന പാട്ട് ഇവരെ ലോക്കൽ മ്യൂസിക്കാണ്. പല സ്ഥലത്തും എനിക്കത് കാണിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. 6 മണി കഴിഞ്ഞ സമയത്തുള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇവിടുത്തേത്. ഇവിടെ സൺസെറ്റ് വരുന്നത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആവും കേട്ടോ. ആ സമയത്താണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുള്ളൂ. പിന്നെ നമുക്ക് ഈ പോകുന്ന റൂട്ടിലൊക്കെ ഇതേപോലെ കുറച്ച് വീടുകളുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പല സ്ഥലങ്ങളിലും ടവർ വന്നു തുടങ്ങിയിട്ടുണ്ട്. BSNLൻ്റെ ടവറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നെറ്റ്വർക്ക് ഇതുവരെ ഇൻ്റർനെറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവർക്ക് കോളിംഗ് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്നാണ് ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് കേട്ടോ. HRTCൻ്റെ ഓർഡിനറി ബസ്സിൽ കാസേന്ന് മുദ്ദിലോട്ട് ഏകദേശം 52 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 3 മണിക്കൂറിൻ്റെ അടുത്താണ് കേട്ടോ സമയം എടുക്കുന്നത്. അത്രയും സ്ലോ ആയിട്ടാണ് ഈ ഒരു ബസ് പോകുന്നത് കേട്ടോ. 15 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ഇത് പോകുന്നത്. അത്രയും ഡേഞ്ചറസ് റോഡിലൂടെ പോകുന്നതുകൊണ്ടാണത്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ പണിക്കാരൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ നമ്മൾ മുദ്ദ് വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് സ്പിത്തി വാലിയിലെ പിൻവാലി നാഷണൽ പാർക്കിലെ ഏറ്റവും അവസാനത്തെ വില്ലേജ് കേട്ടോ. അതായത് തിബറ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വില്ലേജും കൂടിയാണ് ഈ ഒരു മുദ്ദ് വില്ലേജ്. സ്പിത്തി വാലിയിലെ ഒട്ടുമിക്ക വില്ലേജുകളെ പോലെ തന്നെ ഈ ഒരു വില്ലേജും ഫോളോ ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് കൾച്ചറാണ്. പിന്നെ തിബറ്റിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തിബറ്റൻ കൾച്ചറാണ് ഇവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മൾ വന്ന മുദ്ദ് വില്ലേജ് കേട്ടോ. വളരെ കുറച്ച് പേര് മാത്രം താമസിക്കുന്ന ഒരു ചെറിയ വില്ലേജ്. ഇവിടെ ഇപ്പം ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നത് കാരണം ഒരുപാട് ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ സമയം ഒരു 6:30 ആയപ്പോൾ നമ്മൾ മുദ്ദ് വില്ലേജിൽ എത്തിട്ടോ. ഈ കാണുന്നതാണ് മുദ്ദ് വില്ലേജ്, ചെറിയൊരു വില്ലേജാണ്. പക്ഷെ ഇവിടുന്ന് വലത്തോട്ടേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ കിട്ടാനുണ്ട്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഇതാണ് വൈകിട്ട് 6:30 ആയപ്പോൾ ഇവിടെ ഉള്ള വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ല. എന്താ ഞാൻ ഇതിനെക്കുറിച്ച് പറയേണ്ടതെന്ന് അറിയാം. ഏതാ വ്യൂ. നമ്മൾ വന്ന ബസ് ഇതാട്ടോ. ഇവിടെ പുള്ളിക്കാരൻ ബസ്സിൻ്റെ ഏക്കത്തെ ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കേക്കി പൊടിയെല്ലാം പോക്കാണ്. നല്ല അടിപൊളി ഒരു യാത്ര കേട്ടോ. 125 രൂപയാണ് ഈ ഒരു ബസ് ടിക്കറ്റിനായത്. ഒരു രക്ഷയില്ല. അതിന് മുതലാട്ടോ. ഇങ്ങോട്ട് വന്ന വില്ലേജൊക്കെ ഫുൾ എല്ലാം അടിപൊളി കേട്ടോ. അവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊന്ന് സ്റ്റേ ചെയ്യണം. റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എല്ലായിടത്തും എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞാനിവിടെ എത്തി. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഫുൾ സ്ലീവ് ഷർട്ടിൻ്റെ മുകളിൽ ഹാഫ് സ്ലീവ് ഷർട്ട് ഇട്ടതിൻ്റെ അടുത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയത്തെ തെർമൽ വെയർ ആണ് കേട്ടോ. അപ്പോൾ ബോഡിൻ്റെ ഹീറ്റ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തെർമൽ വെയർ ആണ്. അപ്പോൾ അത് ബേസ് ലെയർ ആയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു ടീഷർട്ട് എടുത്തിട്ടതാണ് കേട്ടോ സംഭവം. ഞാനിവിടെ റൂം എടുത്തു. പിൻപാർവതി ഹോട്ടൽ, എന്താ പേര് ഹോട്ടലിൻ്റെ പേര്? പിൻപാർവതി ഹോട്ടൽ. പിൻപാർവതി പാസ് ട്രക്ക് വരുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഉള്ള വേറൊരു സംഭവം ഉണ്ട്. ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. ഞാൻ വിചാരിച്ചു ഇവിടെ നെറ്റ്വർക്ക് ഉണ്ടാവുന്നതായിരുന്നു കേട്ടോ. ഇവിടെ കോൾ ചെയ്യാൻ പോലുള്ള ഒരു സംഭവം ഇല്ല. നെറ്റ്വർക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് നമ്മൾ എടുത്ത റൂം. ഈ റൂമിൽ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണുള്ളത്. ഒരു ചെറിയൊരു റൂമാണ് കേട്ടോ. ഇതിന് ഞാൻ 600 രൂപയാണ് കൊടുത്തത്. പുള്ളിക്കാരൻ 1000 രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രാവലിംഗ് ആണല്ലോ. ഞാൻ കാസർ എന്നതും ഈ ഒരു 600 രൂപേൻ്റെ റൂമിലായിരുന്നു കേട്ടോ. കുറച്ച് വലിയ റൂം, അതിൻ്റെ അത്ര വൃത്തിയൊന്നും ഇല്ലായിരുന്നു. വേറെ വഴിയൊന്നുമില്ല. ഇവിടെ 2 ആൾ വന്നു കഴിഞ്ഞാൽ ഒരു 1000 രൂപയൊക്കെ റൂം കിട്ടുമെന്നാണ് മൂപ്പര് പറഞ്ഞത്. അപ്പം ഇതാണ് ബാത്റൂം. വലിയൊരു ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. റൂമിൻ്റെ അത്ര തന്നെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് വാട്ടർ ഇപ്പോൾ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടുന്ന് കുളിച്ചില്ലെങ്കിലൊക്കെ ഒരു കുഴപ്പമില്ല. കാരണം അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലോട്ടുള്ള യാത്ര വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലം വീഡിയോ. ഹിമാചൽ പ്രദേശിൽ ഇതേപോലെ ഒരുപാട് റിമോട്ട് വില്ലേജസിലോട്ട് ബസ് സർവീസ് ഉണ്ട്. വളരെ ചുരുങ്ങിയ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റും കേട്ടോ. അപ്പം അതാണ് സംഭവം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ ഫ്രം മുദ്ദ് വില്ലേജ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി, കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.